നമ്മൾ ഈ സെക്ഷനിൽ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് എറേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡാറ്റ സെഗ്മെന്റ് ഉണ്ട്, സ്റ്റാക്ക് സെഗ്മെന്റ് ഉണ്ട്, ഹീപ്പ് സെഗ്മെന്റ് ഉണ്ട്, പിന്നെ കോഡ് സെഗ്മെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ സെഗ്മെന്റിലൊക്കെ നമുക്ക് വരാവുന്ന എറേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. സെഗ്മെന്റേഷൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡ് സെഗ്മെന്റിൽ വരുന്നതാണ്, അതായത് കോഡ് സെഗ്മെന്റ്. ആ കോഡ് സെഗ്മെന്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മെമ്മറി, അതായത് റീഡ് ഓൺലി മെമ്മറി ആണത്. അപ്പൊ അതിന് നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ വരുന്നതാണ് ഈ സെഗ്മെന്റേഷൻ ഫോൾട്ട് എന്നുള്ളത്. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്കിൽ വരുന്നതാണ്, സ്റ്റാക്ക് മെമ്മറിയിൽ, അതായത് സ്റ്റാക്ക് സെഗ്മെന്റിൽ വരുന്നതാണ് ഈ സ്റ്റാക്ക് ഓവർഫ്ലോ എന്നുള്ളത്. പിന്നെ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹീപ്പ് സെഗ്മെന്റിൽ വരുന്നതാണ് ഈ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റാക്ക് ഓവർഫ്ലോ വഴി സെഗ്മെന്റേഷൻ ഫോൾട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് സെഗ്മെന്റേഷൻ ഫോൾട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സെഗ്മെന്റേഷൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, അതായത് നമുക്കിപ്പോൾ ഒരു നൾ പോയിന്റർ ഉണ്ട് വിചാരിച്ച ഡീറെഫറൻസ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ നൾ പോയിന്റർ നമ്മൾ എന്ന് പറഞ്ഞാൽ ഡീറെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഗ്മെന്റേഷൻ ഫോൾട്ട്. നമുക്ക് കോഡിലേക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇൻഡ് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു നൾ എന്ന് എഴുതി. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ആർ ഈക്വൽ ടു 100. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ അഡ്രസ് അസൈൻ ചെയ്യാനായി പോയി. സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു 1000 എന്ന് കൊടുത്തു. അപ്പൊ എന്തായി? സെഗ്മെന്റേഷൻ ഫോൾട്ട് എന്നാണ്. ഇതൊരു മെത്തേഡ്. ഇനി എന്ന് പറഞ്ഞാൽ അടുത്ത എന്താണ്? ആക്സസിങ് അറേ ഔട്ട് ഓഫ് ബൗണ്ട്സ് എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അറേയിൽ ഇപ്പോൾ 10 എലമെന്റ്സ് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 20ാമത്തെ എലമെന്റ്സ് അസൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെഗ്മെന്റേഷൻ ഫോൾട്ടും വരാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് ഫസ്റ്റ് വരിക. അതിന്റെ ഫലമായിട്ടാണ് സെഗ്മെന്റേഷൻ ഫോൾട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓക്കെ ഇൻഡ് എ ഓഫ് 10. ഓക്കെ ഓക്കെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ കമ്പൈലർ ആണ്. ചില ഓൺലൈൻ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ കാണിക്കില്ല. ഓക്കെ, കോഡ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓൺലൈൻ കമ്പൈലർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഇതും സെഗ്മെന്റേഷൻ ഫോൾട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് ഫസ്റ്റ് ഉണ്ടാവുക, അതിന് ശേഷമാണ് സെഗ്മെന്റേഷൻ ഫോൾട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ അടുത്ത എറർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രീഡ് മെമ്മറി. നമ്മളിപ്പോൾ മല്ലോക്ക് യൂസ് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മല്ലോക്ക് യൂസ് ചെയ്ത് ഫ്രീ ആക്കിയതിന് ശേഷം ആ മെമ്മറി ഒന്ന് റെഫറൻസ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇൻഡ് സ്റ്റാർ എ ഈക്വൽ ടു നമ്മൾ കൊടുക്കുകയാണ്. ഇൻഡ് ഓക്കെ, പിന്നെ മല്ലോക്ക് എന്ന് പറഞ്ഞിട്ട് 4. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എ. ഓക്കെ, എന്നിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർ എ ഈക്വൽ ടു 10 കൊടുത്താൽ ഞാൻ എന്താ ഉണ്ടാവുക? ഓക്കെ, നമ്മളിപ്പോ ഇവിടെ മല്ലോക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓ സോറി, സ്റ്റാർ എ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഉണ്ടാക്കേണ്ടതാണ്. എനിക്ക് ഇതില് ഓൺലൈൻ കമ്പൈലർ ആയതുകൊണ്ടാണ് ഇതിൽ എറർ വരാത്തത്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എറർ വരേണ്ടതാണ്, സെഗ്മെന്റേഷൻ ഫോൾട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ ഇതിലേക്ക് തന്നെ നമ്മൾ പോണത്. എന്ന് പറഞ്ഞ റൈറ്റ് റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത് വരുന്നത്. അതെന്താ എങ്ങനെയാണ്? നമുക്കിപ്പോ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടർ സ്റ്റാർ എ ഇക്വൽ ടു ഹലോ വേൾഡ് എന്ന് വിചാരിക്കുക. ഹലോ വേൾഡ്. ഓക്കെ, ഇതിപ്പോ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീഡ് ഓൺലി മെമ്മറി ആയിട്ടുള്ള കോഡ് സെഗ്മെന്റിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി എ ഓഫ് 2 എന്നിട്ട് നമ്മളിപ്പോ കെ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്താ നോക്കി നോക്കാം. സെഗ്മെന്റേഷൻ ഫോൾട്ട് എന്തായാലും വരും. ഓക്കെ, ഇത് ഞാൻ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ
ഇനി 2 പ്രാവശ്യം ഫ്രീ ആക്കി കഴിഞ്ഞാൽ അൺഇനീഷ്യലൈസർ ആക്കിയാലും സെഗ്മെന്റേഷൻ ഫോൾട്ട് വരും. ഇനി നമ്മൾ 2 പ്രാവശ്യം ഫ്രീ ആക്കി കഴിഞ്ഞാൽ അതായത് നമ്മൾ malloc യൂസ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ malloc യൂസ് ചെയ്തിട്ട് ഓക്കെ ക്യാരക്ടർ സ്റ്റാർ malloc 1 ഓക്കെ ഫ്രീ എ ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ അറിയാണ്ട് ഫ്രീ ആക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റേഷൻ ഫോൾട്ട് ആണ് ഇതിൽ വരുന്നത്. ഇതിന് പറഞ്ഞാൽ വേറെ റാങ്ക്, പക്ഷേ സെഗ്മെന്റേഷൻ ഫോൾട്ട് ആണ് ഇതിൽ വരിക. ഇതാണ് ഡിഫറെന്റ് വേസിന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ ഫോൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്നത്. ഇനി എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഓവർഫ്ലോ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് റിക്കർഷൻ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ റിക്കർഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ നേരം എന്ന് പറഞ്ഞാൽ റിക്കർഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കാം. ഓക്കെ, അതായത് ബേസിക് കണ്ടീഷൻ ഇല്ലാണ്ട് ഒരു റിക്കർഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താ സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ നമ്മളിതിൽ ബേസ് കണ്ടീഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ബേസ് കണ്ടീഷൻ കൊടുക്കാണ്ട് നമ്മൾ ഇപ്പൊ അത് കോൾ ചെയ്യാണ്. ഓക്കെ, സാറിന് റിട്ടേൺ എന്നാണ്ട് നമ്മൾ കൊടുക്കുകയാണ്. ആ ബേസ് കണ്ടീഷൻ ഇല്ലാണ്ട് കോൾ ചെയ്ത് തന്നെ എന്തായിരിക്കും സെഗ്മെന്റേഷൻ ഫോൾട്ട് തന്നെയാണ് വരിക. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോ ആയതിനു ശേഷമാണ് സെഗ്മെന്റേഷൻ ഫോൾട്ട് വരുന്നത്. ഇപ്പൊ ബേസ് കണ്ടീഷൻ കൊടുക്കും. ബേസ് കണ്ടീഷൻ കൊടുക്കുന്നതാണ് ബേസ് കണ്ടീഷൻ നമുക്ക് എന്താ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 റിട്ടേൺ നമ്പർ. ഇതാണ് ബേസ് കണ്ടീഷൻ. ഇവിടെ ഇപ്പൊ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സം കിട്ടും. നമുക്ക് പ്രിന്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ 10 എഴുതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബേസ് കണ്ടീഷൻ ഇല്ലാണ്ട് കൊടുത്താലും സെഗ്മെന്റേഷൻ സ്റ്റാക്ക് ഓവർഫ്ലോ വന്നിട്ടതിന് ശേഷമാണ് സെഗ്മെന്റേഷൻ ഫോൾട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ലൂപ്പ് ഒക്കെ യൂസ് കഴിഞ്ഞാൽ ഇപ്പൊ ലൂപ്പ് യൂസ് ചെയ്യാൻ നമ്മൾ അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്യണം. ഇൻഫിനിറ്റ് ലൂപ്പ് സ്റ്റാക്ക് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ ഇൻഡെക്സ് എക്സ് 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 എന്നിട്ട് അങ്ങനെ സെഗ്മെന്റേഷൻ ഫോൾട്ട് വരും. ഓക്കെ, ഇനി മെമ്മറി ലീക്കേജ് ആണ്. നമുക്ക് മെമ്മറി ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ malloc ഒക്കെ യൂസ് ചെയ്യണം. ഈ malloc യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫ്രീ ആക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും മെമ്മറി നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൽ ലൂസ് ആവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇൻഡ് സ്റ്റാർ എ ഈക്വൽ ടു എന്താ ഇൻഡ് സ്റ്റാർ malloc ഒരു ഇത്രയും സൈസ് ഉണ്ടാക്കി വിചാരിക്കുക. എന്നിട്ട് ഫ്രീ ആക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് 1000 അല്ലെങ്കിൽ 10,000 ബൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യം കഴിഞ്ഞു, അതായത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഫ്രീ ആക്കണില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വേറെ പ്രോസസ്സിനൊന്നും ഈ മെമ്മറി ആക്സസിബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ടെർമിനേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെമ്മറി അവൈലബിൾ ആവും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ മെമ്മറി ഫ്രീ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് മെമ്മറി. അപ്പൊ മെമ്മറി എറേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക.